എനിക്ക് മനസ്സിലാത്ത കാര്യം മാം, സാധാരണഗതിയിൽ ഒരു കുട്ടിക്ക് മാം പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രോമ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുകയോ ആണെങ്കിൽ നാട് ആൾക്കാർ ഇളക്കും. പക്ഷേ 22 ലക്ഷത്തിലധികം ആൾക്കാർ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടായിട്ടും അങ്ങനെ ഒരു കാര്യമൊന്നും ഇന്ത്യയിൽ എങ്ങും കണ്ടില്ല. ഒരു അത്ഭുതപ്പെടുന്ന കാര്യം സാധാരണഗതിയിൽ ഈ സ്കൂളുകളിലും കോളേജുകളിലും നിങ്ങൾക്ക് ഒരു തിരിച്ചറിവായത് കാര്യം. നിങ്ങളുടെ കലാപത്തിൽ വരുന്ന ആൾക്കാരൊക്കെ തന്നെ ഇതെല്ലാം ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വരുന്നവരാണെന്നുള്ള ഏറ്റവും വലിയ തെളിവായത്. അല്ലെങ്കിൽ ഈ വലിയ പ്രശ്നം ഉണ്ടാവണ്ടേ കാര്യം. 12ാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നപ്പം ഞങ്ങൾക്ക് ഏകദേശം 500 കുട്ടികളുടെ അടുത്തുണ്ട് 12th എക്സാം എഴുതുന്നത്. റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം ആകാംക്ഷയാണ്. കുട്ടികൾക്ക്, ടീച്ചേഴ്സിന്, പേരൻസിന് എന്ന് വെച്ചാൽ എല്ലാവരും റോൾ നമ്പർ ഇട്ട് ഓരോ കൊച്ചിൻ്റെ മാർക്ക് ലിസ്റ്റ് വരുന്നത് എത്ര കിട്ടി, A1 കിട്ടിയോ 100 കിട്ടിയോ ഇങ്ങനെ നോക്കി ഇരുന്നപ്പം ഇപ്രാവശ്യം വരുന്നതെല്ലാം മാർക്ക് കുറഞ്ഞു വരുന്നു. വളരെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുടെ മാർക്ക് പോലും വളരെ മോശമായ രീതിയിൽ. കുട്ടികളും ഡിപ്രഷൻ, ടീച്ചേഴ്സിനും ഡിപ്രഷൻ, പേരൻസിനും ഡിപ്രഷൻ. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫുൾ അക്കാഡമിക് ഇയർ ആ കുട്ടി എടുത്ത ഒരു എഫേർട്ടിനുള്ള ഒന്നും ആ കുട്ടിക്ക് തിരിച്ചു കിട്ടുന്നില്ല. അത് അവൻ്റെയോ അവളുടെയോ മിസ്റ്റേക്ക് കൊണ്ടുമല്ല. ആ കുട്ടി കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്തതാണ്. അത് ആക്ച്വലി റീവാലുവേഷൻ എടുത്ത സമയത്ത് പല കുട്ടികൾക്കും അത് കൃത്യമായിട്ട് കാര്യം. റീവാലുവേഷനിൽ അവർക്ക് പേപ്പർ എടുത്തിട്ട് അവർക്ക് തിരിച്ചവരുടെ സ്കൂളിൽ കൊടുക്കാം. അപ്പോൾ തിരിച്ച് സ്കൂളിൽ വന്നപ്പോൾ കുറേ കുട്ടികളുടെ അങ്ങനെ നമ്മൾ വ്യത്യാസം കാണുകയും ചെയ്തു. പക്ഷേ ഓൾറെഡി റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത് വരുന്ന ഒരു റിസൾട്ട് എന്ന് പറയുമ്പം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പണ്ട് ഫിസിക്കൽ മാർക്കിംഗ് ആയിരുന്നപ്പോൾ സൗത്ത് റീജിയനിലെ പേപ്പർ സാധാരണ സൗത്ത് റീജിയനിൽ തന്നെയാണ് വാലുവേഷന് പോകുന്നത്. നോർത്തിലായിരിക്കാം. റീജിയൻ വൈസ് ക്വസ്റ്റ്യൻസിന് വ്യത്യാസമുണ്ട്. സൗത്തിൽ വരുന്ന പേപ്പറും നോർത്തിൽ വരുന്ന പേപ്പർ, ഗൾഫിൽ വരുന്ന പേപ്പർ, ഇതിനെല്ലാം വ്യത്യാസമുണ്ട് ക്വസ്റ്റ്യൻസിന്. പക്ഷെ ഈ OSM മാർക്കിംഗ് ആയപ്പം ആ ഒരു രീതിയെ മാറി. അപ്പം നമ്മൾക്ക് ഇപ്പൊ എഴുതുന്ന ശൈലിയും രീതിയും കണ്ടിട്ട് കുറെ പേപ്പറുകൾ ഹിന്ദിയിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് വന്നത് വാല്യുവേഷന്. അപ്പോൾ ഒരുപക്ഷെ നോർത്തിൽ നിന്നുള്ള പേപ്പർ ആയിരിക്കാം ഞങ്ങൾക്ക് വന്നത്. ഇപ്പം സൗത്തിൽ നിന്നുള്ള കുറേ പേപ്പർ ഒരുപക്ഷെ നോർത്തിൽ പോയിട്ടുണ്ടാവാം. അപ്പം ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്നത് വളരെ നിർബന്ധമാണ് ഇതിൽ. കാര്യം ഈ OSM കോൺസെപ്റ്റ് ആണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ പല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കാര്യം ഓരോ ടീച്ചറിനും ഓരോ രീതിയിലുള്ള ക്വസ്റ്റ്യനും അതിനനുസരിച്ചുള്ള വാല്യൂ പോയിന്റ് നോക്കി ആൻസർ ചെയ്യാനുള്ള ആ ഒരു പേഷ്യൻസും ആ ഒരു ടാലന്റും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഒറ്റ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ അത് ശരിക്കും കുട്ടികളെ ബെനിഫിറ്റ് ചെയ്യും. കാര്യം നമ്മൾ ഏതൊരു സാധനം ചെയ്താലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുട്ടികൾക്ക് അതിന് ഒരു പ്രയോജനമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിന് അർത്ഥമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.